കൊല്ലം അഴീക്കൽ കടപ്പുറത്ത് വിരുന്നെത്തിയ ഒരതിഥി വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി മാറി. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികമൊന്നും കാണാനാകാത്ത ആ അതിഥി ആരെന്നല്ലേ? കാണാം ആ അപൂർവ അതിഥിയുടെ കൗതുക കാഴ്ചകൾ. ഉൾക്കടലിൽ നിന്നും തീരപ്രദേശത്തെത്തിയ അതിഥിയാണിത്. ഈ കടൽ പക്ഷിയുടെ പേര് നീലമുഖി കടൽവാത്ത. തീരപ്രദേശത്ത് ഇവയെത്തുക വളരെ അപൂർവം. ഉൾക്കടലിൽ ചൂടുവെള്ളം നിറഞ്ഞ പ്രദേശത്താണ് ഇവ അധിവസിക്കുന്നത്. അപൂർവ കാഴ്ചയൊരുക്കി ഈ കടൽ പക്ഷി അഴീക്കൽ കടപ്പുറത്തെത്തിയപ്പോൾ കണ്ടുനിന്നവർക്ക് ആശ്ചര്യം. മഞ്ഞ കണ്ണുകൾ, നീണ്ടു കൂർത്ത കൊക്കുകൾ, വിടർത്തിയാൽ 1 മീറ്ററോളം നീളം വരുന്ന ചിറകുകൾ, കറുപ്പും വെളുപ്പും ഇടകലർന്ന തൂവൽ, രൂപം അതിമനോഹരം. അപൂർവയിനം കടൽപ്പക്ഷിയെ കാണാൻ കടപ്പുറത്തും ആൾക്കൂട്ടം. പക്ഷിയുടെ ചുറ്റും കൂടിയ ആളുകൾ ഫോട്ടോയെടുക്കുന്നതിനുള്ള തിരക്കായി, സെൽഫിയായി, ബഹളമായി. ഒരു സെലിബ്രിറ്റിക്കെന്ന പോലെ നീലമുഖി കടൽവാത്തയ്ക്കും നിമിഷ നേരം കൊണ്ട് ആരാധകരായി. വിശ്രമത്തിനും പ്രചരണത്തിനുമാണ് ഇവ തീരപ്രദേശങ്ങളിലെത്തുക. ഏറെ നേരം ആളുകളെ രസിപ്പിച്ച് മനോഹര കാഴ്ച സമ്മാനിച്ച് നീലമുഖി കടൽവാത്ത അഴീക്കൽ കടപ്പുറത്തു നിന്നും എങ്ങോട്ടോ പറന്നകന്നു. ബീച്ചിൽ വന്നായിരുന്നു. ഇവിടെ അഴീക്കൽ ബീച്ചിൽ വന്നപ്പോൾ ഇതിങ്ങനെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും ഒന്നും ഇങ്ങനെ വന്നിരിക്കാറില്ല. വിശ്രമിക്കാനും അതേ കണക്ക് ബ്രീഡിങ് ടൈമിലും മാത്രമേ ഇതിങ്ങനെ വന്നിരിക്കാറുള്ളൂ. പക്ഷെ ആരെയും അത് അങ്ങനെ എല്ലാവരും അടുത്തൊക്കെ വന്ന് നിൽക്കുന്നെങ്കിലും അതങ്ങനെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ മാസ്കഡ് പൂബി എന്നാണ്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ നീലമുഖി കടൽവാത്തെന്ന് പറയും. കേട്ടോ, ഓരോരുത്തരും വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ നേരത്ത് എല്ലാവരും എടുക്കാൻ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ജനം, കൊല്ലം.